നമസ്കാരം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയച്ചാർ ഉണ്ടാക്കുന്ന വിധം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ഇറച്ചി വേവിച്ചത്. ഇത് വേവിച്ചപ്പോൾ ഇതിൽ ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിരുന്നു. പിന്നെ വേണ്ടത് ഇറച്ചി വെന്ത വെള്ളം 1 കപ്പ്, 10-12 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 കപ്പ് എണ്ണ, 1/4 കപ്പ് വിനാഗിരി. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്യണം. ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇതിനുശേഷം ഇതേ എണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതോടൊപ്പം പെരിഞ്ജീരകം പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതൊരു ബ്രൗൺ കളറായ ശേഷം തീ കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്ന ശേഷം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇറച്ചിയുടെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം. ഇനി ഇത് കുറുകി വരുന്നത് വരെ. ഗ്രേവി നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റിയായി വരുന്നതാണ്. താങ്ക് യു.